ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താ ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്ത് വന്നിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം പൂർത്തീകരിച്ച് തന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. ഓക്കെ, ഇതിൻ്റെ അകത്ത് എല്ലാ എനർജിയും വരും. കറണ്ട് എനർജി, തേർഡ് പാർട്ടി എനർജി, നിങ്ങളോടുള്ള പ്രസൻറ്റ് എനർജി, ഓക്കെ, ഫ്യൂച്ചർ എല്ലാം വരും. ഓക്കെ, ഓരോ ദിവസം ചെയ്യുന്നത് ഓരോ എനർജി ആയിരിക്കാം. എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക, ആകാത്തവർക്ക് വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ എനർജിയും വരും. ഷഫിൾ ചെയ്യുമ്പോഴും കാർഡ് എടുത്ത് വെക്കുമ്പോഴും നിങ്ങൾ കാർഡിലേക്ക് തന്നെ ശ്രദ്ധിക്കുക, പ്രാർത്ഥനയോടുകൂടി തന്നെ ഇരിക്കുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ്ങിന് വേണ്ടിയിട്ട് എന്നെയും എൻ്റെ കാർഡിനെയും യൂണിവേഴ്സിറ്റി അതിശക്തമേറിയ എനർജിയിലേക്ക് സമർപ്പിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, ആദ്യത്തത്, ഇന്ന് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള, നിങ്ങളുടെ റിലേഷൻഷിപ്പിനോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള, നിങ്ങളുടെ റിലേഷൻഷിപ്പിനോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്? ഓക്കെ, നിങ്ങളോട് കാണിച്ച കാര്യങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം കർമ്മ അനുഭവിക്കുന്നുണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളെ വേദനിപ്പിച്ചതിന് കർമ്മ അനുഭവിക്കുന്നുണ്ടോ? റീസെൻ്റ് പാസ്റ്റിൽ നടന്ന കാര്യം എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രതി, നിങ്ങളുടെ ഓർമ്മയെ പ്രതി എന്താണ് റീസെൻ്റായിട്ട് അവരുടെ പാസ്റ്റിൽ നടന്നത്? ഓക്കെ, പ്രസൻറ്റിൽ നിങ്ങളെ പ്രതി എന്ത് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ പ്രസൻറ്റിൽ? ഇന്നേ ദിവസം നിങ്ങൾക്ക് കാൾ മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഇന്നേ ദിവസം കോൾ മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ടോ? എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. ഒരുപാട് എനർജി അയച്ച് പ്രാർത്ഥനയോടെ ഇരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ഇത് റെസനേറ്റ് ആകുന്നത്. ഇന്നേ ദിവസം കോൾ മെസ്സേജ് വരാൻ സാധ്യതയുണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങളുടെ ഫ്യൂച്ചർ, റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താകും? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ. ഇന്നേ ദിവസമുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും. തേർഡ് പാർട്ടി ആരുമാകാം, ഫാമിലി ആകാം, ലവ് തേർഡ് പാർട്ടി ആകാം, പാരൻസ് ആകാം, ജോലി ആകാം. ഓക്കെ, തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് ഫീലിങ്സ്. ഇന്നേ ദിവസം നിങ്ങളുടെ പേഴ്സൺ പേടിക്കുന്നതായിട്ടുള്ള കാര്യം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ചലഞ്ച് ചെയ്യുന്നതും പേടിക്കുന്നതുമായിട്ടുള്ള കാര്യം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഇന്നത്തെ ദിവസം ലൈഫ് ലെസണിൽ എന്താണ് പഠിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 10 ഓഫ് സോഡാണ്. ഒരുപാട് പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇന്നേ ദിവസം കടന്നു പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് ആണ് 7 ഓഫ് സോഡ് വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന രാശികൾ ഫയർ എനർജി വന്നിട്ടുണ്ട്, ഏരീസ്, ലിയോ, സജിറ്റേറിയസ്. എയർ എനർജി വന്നിട്ടുണ്ട്, ജെമിനി, ലിബ്ര, അക്യൂറിയസ്. എർത്ത് എനർജി വന്നിട്ടുണ്ട്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. വാട്ടർ എനർജി വന്നിട്ടുണ്ട്, ക്യാൻസർ, സ്കോർപ്പിയോ, സ്പൈസീസ്. ഓക്കെ, അപ്പോൾ എല്ലാ രാശികളും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ കറണ്ട് എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി നിങ്ങളോട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിച്ച്, നിങ്ങളെ പറ്റിച്ച്, പല കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളെ പറ്റിച്ച് നിങ്ങളിൽ നിന്നും
കടന്നു പോയത് 3 ഓഫ് വാൻസ് ആണ്. ഇവിടെയും 3 ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെയും 3 ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളെ പറ്റിച്ച് കടന്നു പോയ കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ഓർക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് പറഞ്ഞ് പറ്റിച്ചത് ചില പല കാര്യങ്ങളും നിങ്ങൾക്ക് വാഗ്ദാനം തന്ന് നിങ്ങളെ ഒരുപാട് വിശ്വസിപ്പിച്ച് നിങ്ങളിൽ ഒരുപാട് സ്നേഹവും വിശ്വാസവും വർദ്ധിപ്പിക്കുന്നതിനൊക്കെ അവർ കുറേ വാക്കുകൾ നിങ്ങളെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വാക്കുകളും നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചിട്ടുള്ള കാര്യങ്ങളും നിങ്ങളെ മാനസികമായി തകർത്ത നിമിഷങ്ങളും ഒക്കെ അവർ ഇന്ന ദിവസം നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. ഒരുപാട് വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങൾ വിവാഹം കഴിക്കാമെന്നും നിങ്ങളോടൊപ്പം ജീവിക്കാമെന്നും അല്ലെങ്കിൽ അവസാനം വരെ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും ഒക്കെ ഉള്ള വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മനഃപൂർവ്വം അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിൽ വേറൊരാൾ നിൽക്കവേ തന്നെ നിങ്ങളെ പറ്റിക്കുകയായിരുന്നു. ചിലപ്പോൾ നിങ്ങൾക്കറിയത്തില്ല, നിങ്ങൾ അവരുടെ വാക്കുകളിൽ വിശ്വസിച്ച് നിന്നു. മറുവശത്ത് അവർ പോകേണ്ടതായിട്ടുള്ള വഴി അവർ പതുക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊന്നും നിങ്ങളറിഞ്ഞില്ല. പക്ഷേ ഈ ഒരു സമയത്ത് അവരതിനെക്കുറിച്ചൊക്കെ ഓർത്തു. ഒരു വ്യക്തിയെ ഞാൻ ഒരുപാട് ചതിക്കുകയായിരുന്നു. അപ്പം അവർ ചിന്തിക്കുകയാണ് പിന്നീട് അവർക്ക് നിങ്ങളെ ചതിച്ചതിന് കർമ്മ എന്തെങ്കിലും ലഭിക്കുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് അവരുടെ കർമ്മ ലഭിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പല സ്വപ്നങ്ങളും നഷ്ടപ്പെടുകയാണ്. അവർ അഫർമേഷൻ ചെയ്തത് ഇപ്പം നിങ്ങളെ ചതിച്ച് അവർ മറ്റൊരു വ്യക്തിയിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ സ്വപ്നങ്ങളെല്ലാം അവർക്ക് അവസാനിക്കുകയാണ്. എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ അവർ വേറൊരു വ്യക്തിയിലേക്ക് കടന്നു പോയത്, അല്ലെങ്കിൽ അവരുടെ ജോലിയാണെങ്കിലും ശരി, അവരെ പേരൻസ് പറഞ്ഞ കാര്യങ്ങളിലേക്കാണെങ്കിലും ശരി, അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും അവർ സ്വപ്നം കണ്ടതുപോലെ അവർ അഫർമേഷൻ ചെയ്തതുപോലെ ബാലൻസിങ്ങിൽ കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നില്ല. ഓക്കെ, അവർ ചീറ്റ് ചെയ്യപ്പെടുകയാണ്. ശ്രമിച്ചിട്ടും അവർക്കത് നടക്കുന്നില്ല. അവരുടെ മുന്നിൽ ഒരുപാട് സ്ട്രഗിളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവരുടെ പാഷനെ തിരക്കിയായിരിക്കും അവർ പോയത്. പക്ഷേ അതൊന്നും അവർക്ക് ജീവിതത്തിൽ ഉപകാരപ്പെട്ടില്ല. ഓക്കെ, മറ്റൊരാളുടെ ആ ഒരു കർമ്മയാണ് അവർക്കിപ്പോൾ ലഭിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയിലേക്ക് കടന്നു പോയത് അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലേക്ക് കടന്നു പോയത്, അതവർക്ക് സന്തോഷത്തിന് പകരം ദുഃഖമാണ് അവർക്ക് ഈ ഒരു സമയം ലഭിക്കുന്നത്. അപമാനപ്പെട്ടിരിക്കുന്നു, ബാലൻസിങ്ങിലില്ലാതെ അവർ വിഷമിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. റീസെൻറ്റ് പാസ്റ്റിൽ നിങ്ങളുടെ ഇടയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ, മെസ്സേജ് പരമായിട്ടാണെങ്കിലും ശരി അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്ന കാര്യം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 3 ഓഫ് വാൻസ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ക്വീൻ ഓഫ് പെന്റിക്കിൾ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും വിട്ടുപോയ സമയത്ത് നിങ്ങളിലൊരു കാത്തിരിപ്പ് ഉണ്ടായിരുന്നു. ഒരുപാട് നിങ്ങൾ കാത്തിരുന്നു. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് തിരിച്ചു വരും, എല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു വരും എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കാത്തിരിപ്പാണ് ഈ ഒരു റീസെൻറ്റ് സമയത്ത് അവസാനിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അല്ല, ചില വ്യക്തികൾക്ക് മാത്രമാണ് ഇത് റെസനേറ്റ് ആകുന്നത്. ഓക്കെ, ചില വ്യക്തികൾ നിങ്ങളുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി ഇത് കാത്തിരുന്നിട്ട് കാര്യമില്ല, പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നില്ല എന്ന് ചില വ്യക്തികൾ ചിന്തിക്കുന്നു. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. മറ്റ് ചില വ്യക്തികൾക്ക് നിങ്ങളുടെ കാത്തിരിപ്പ് ഫലിച്ചിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എവിടെയാണോ, ഏത് സ്ഥലത്താണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരണമെന്ന് ചില വ്യക്തികളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാം അവസാനിപ്പിച്ചത് ഒന്നുകൂടി തുടങ്ങണമെന്ന് ചില വ്യക്തികൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്നും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കടന്നു വരണം, നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കണമെന്നും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിച്ചിട്ടുണ്ട്. ചില വ്യക്തികളെ കാണാനും വന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക, ഇല്ലാത്തവർ വിട്ടുകളയുക. എന്തുകൊണ്ടാണ് ഇവിടെ 10 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? പ്രസൻറ്റിലാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് പ്രസൻറ്റിൽ ഇവിടെ 10 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്?
ഒരു ഹാപ്പി ഫാമിലി ആണ് കാണുന്നത്. ഉടൻ തന്നെ ചില വ്യക്തികൾക്ക് ഇപ്പോൾ ഇത് നടന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുമായിട്ടൊരു റീയൂണിയന് സാധ്യമാണ്. ഓക്കെ, 6 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്, 10 ഓഫ് കപ്പ്, 6 ഓഫ് കപ്പ്, ദ സൺ ആണ് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് ഈ ഒരു സമയത്ത് ചിലപ്പോൾ ഇന്നായിരിക്കാം, അല്ലെങ്കിൽ നാളെ ആയിരിക്കാം, ഈ അടുത്ത ദിവസങ്ങളിലുള്ള എനർജി ആയിരിക്കാം, നിങ്ങൾക്കൊരു റീയൂണിയൻ സാധ്യമാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്, നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു മീറ്റിംഗ് നിങ്ങൾ തങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങൾക്ക് ഗിഫ്റ്റ് തരാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. കോൾ മെസ്സേജിന് സാധ്യതയുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. തീർച്ചയായിട്ടും കോൾ മെസ്സേജിന് സാധ്യതയുണ്ട്. നിങ്ങളുമായിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് വരാനുള്ള സാധ്യത ഇന്ന ദിവസം തന്നെ കാണുന്നു. പ്ലീസ് ഗൈഡ് മീ. അവരുടെ വേദനകൾ പറഞ്ഞുകൊണ്ട്, അവർക്ക് പറ്റിയ വേദനകൾ, അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോയപ്പോൾ അവരിപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ അതിൽ അവർക്ക് ഒരുപാട് വേദന ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് അവർ കോൾ മെസ്സേജ് വരാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അവരിപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ കടന്നു പോയത് അത് അവർക്ക് ഒരുപാട് പെയിൻ തരുന്നു. 8 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവരെ ബന്ധിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അവർക്ക് ആ റിലേഷൻ്റെ സന്തോഷത്തെയോ ഒന്നും കാണാൻ കഴിയാതെ ഭയന്ന് നിൽക്കുന്ന അവസ്ഥയാണ്. മാനസികമായി തകർന്ന് നിൽക്കുന്ന അവസ്ഥയാണ്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങൾ അവർ ഓർക്കുന്നുണ്ട്. ഓരോ ദിവസവും അവർ എത്രത്തോളം ആഗ്രഹിച്ചു അല്ലെങ്കിൽ സന്തോഷിച്ചു എന്ന് അവർ ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോൾ മെസ്സേജ് വരാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെയും ടെലിപ്പതി നിങ്ങളിൽ വർക്കൗട്ട് ആകുന്നതായിരിക്കും. അവർക്ക് മെസ്സേജോ കോളോ ചെയ്യാനുള്ള യാതൊരു സാഹചര്യവും ഇല്ല എങ്കിൽ ഇന്നേ ദിവസം ടെലിപ്പതി വർക്കാവും. ടെലിപ്പതി എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ പേഴ്സൺ തീവ്രമായി നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത വരുമ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ തീവ്രമായ ചിന്ത വരികയും നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇമോഷണൽ ആകുകയും ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ കണ്ണ് നിറഞ്ഞു പോകുന്ന അവസ്ഥ നിങ്ങൾക്ക് വരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ അതിതീവ്രമായി നിങ്ങളെ ആലോചിക്കുമ്പോൾ ആ സോള് നിങ്ങളടുത്ത് വന്ന് അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങൾ സോളിനോട് പറയുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് അവരെ ഓർത്തിട്ട് സങ്കടം വരും. ഓക്കെ, മാനുഷികമായിട്ടുള്ള ചെവിയിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കേൾക്കാൻ പറ്റത്തില്ല, പക്ഷെ നിങ്ങളുടെ സോൾ അത് മനസ്സിലാക്കിയിട്ട് സോള് കരയുന്ന സങ്കടമാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഇന്നേ ദിവസം ഒന്നുകിൽ കോളും മെസ്സേജ് അല്ലെങ്കിൽ ടെലിപ്പതി മെസ്സേജ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. അത് തീവ്രമായിട്ട് നിങ്ങളുടെ പേഴ്സണെ ഓർത്തിട്ട് കരയുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ സാഹചര്യം ഒന്നുമല്ല, നിങ്ങൾക്കിങ്ങനെ പെട്ടെന്ന് തോന്നുന്നതാണ്. അത് അവർ അവിടെ നിന്ന് കരയുന്നത് കൊണ്ടാണ്, നിങ്ങളുടെ പേര് വിളിച്ച് കരയുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ വിഷമിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീല് വരുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഫ്യൂച്ചറിൽ കിങ് ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫ്യൂച്ചറിൽ എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? നിങ്ങളുടെ ജീവിതം വളരെ അനുഗ്രഹിക്കപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് സന്തോഷിച്ച് നിങ്ങളിൽ ഒരുപാട് ഗ്രോത്ത് വരും. അവർ ചിന്തിച്ചതിലും അവർ വിചാരിച്ച് നിങ്ങളത്ര ഗ്രോത്തിലൊന്നും പോകത്തില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചിന്തിക്കുന്നതിലും അപ്പുറം ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിൽ വരും. നിങ്ങൾ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ വീടൊക്കെ ഇപ്പോൾ ചെറുതാണെങ്കിൽ ഒരു വലിയ വീടൊക്കെ വെച്ച് നിങ്ങൾ ഒരു വലിയ സ്ഥാപനത്തിലൊക്കെ നിങ്ങൾ സ്വന്തമായി സ്ഥാപിക്കുന്നതിനും അതിൻ്റെ ഓണർ ആവുന്നതിനൊക്കെ നിങ്ങൾ കാരണമാകും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒരുപാട് വേദനിക്കും, മാപ്പ് പറയും, നിങ്ങളുടെ മുന്നിൽ വരും. ഓക്കെ, അവർ ചെയ്ത ഡിസിഷൻ തെറ്റായിപ്പോയി, അവർ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റെന്തെങ്കിലും തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിപ്പോയി എന്ന് വിചാരിച്ച് നിങ്ങളോട് മാപ്പ് പറഞ്ഞ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യത കൂടുതലായി കാണുന്നു. ആ ഒരു സമയം നിങ്ങളുടെ പേഴ്സൻ്റെ എല്ലാ ഈഗോയും അവസാനിച്ചിരിക്കും നിങ്ങളോടുള്ള. ഓക്കെ, ഇനി തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് നോക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഏത് അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 5 ഓഫ് വാൻഡ്സ് ആണ്. അടിയും പിടിയും ബഹളവുമാണ് അവിടെ നടക്കുന്നത്. നല്ല രീതിയിലോട്ടുള്ള അടിയാണ്. ഓക്കെ, അഫർമേഷൻ ചെയ്തോളൂ. ഓക്കെ, ഈ സിംഹങ്ങൾ തങ്ങളെ കടിപിടി കൂടുന്നത് കണ്ടോ? ഒരുപാട് അടിയും ബഹളവുമാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടിക്ക് പുതിയ പ്രണയം വന്നിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റു ആൾക്കാരുമായിട്ടുള്ള ഒരു പ്രണയത്തെ ചൊല്ലി
അവിടെ നല്ല രീതിയിൽ അടി ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇഷ്ടത്തെക്കുറിച്ച് സംസാരിച്ചിട്ടായിരിക്കും അവിടെ അടിയും വഴക്കും ഉണ്ടാകുന്നത്. എന്ത് തന്നെ ആയിരുന്നാലും കോളും ആ മെസ്സേജുകളെ എടുത്തു വെച്ചുകൊണ്ടാണ് അവിടെ രണ്ടുപേരും നല്ല രീതിയിലുള്ള വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഓക്കെ, അതാണ് ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നടക്കുന്നത്. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. ഈ എനർജിയിൽ കൂടി കടന്നു പോകുന്നില്ല എങ്കിൽ ഉടൻ തന്നെ ഈ എനർജിയിലേക്ക് എത്തപ്പെടുന്നതായിരിക്കും. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് ഫീലിങ്സ് ആണ് ഇപ്പോൾ ഉള്ളത്? നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ തേർഡ് പാർട്ടിയിൽ നിന്നും എത്രയും പെട്ടെന്ന് മാറിപ്പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം 10 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ഒരുപാട് ബേർഡനാണ് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണെ ലഭിക്കുന്നത്. ഒരുപാട് ബേർഡൻ അനുഭവിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് വാൻസ് വന്നിരിക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയുടെ ലൈഫിൽ നിന്നും കടന്നു പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾ വന്നിട്ടുണ്ട്. അവിടെ ഇപ്പോൾ എല്ലാം സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയാണ്. അവരുമായിട്ടുള്ള റിലേഷൻ സ്റ്റക്കായി മുന്നോട്ട് പോകുന്നില്ല. എത്രയൊക്കെ ശ്രമിച്ചിട്ട് മുന്നോട്ട് പോകുന്നില്ല. അടിയും ബഹളവും മാത്രമാണുള്ളത്. അവർ ധരിച്ചിരിക്കുന്ന ആ ഒരു ഡ്രസ്സ് പോലും ഒരു യോദ്ധാവ് അല്ലെങ്കിൽ ഒരു അടി വഴക്കിന് വേണ്ടിയിട്ട് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ധരിച്ചിരിക്കുന്നതായിട്ടുള്ള ഡ്രസ്സാണ്. അപ്പോൾ മുന്നോട്ട് വഴികളൊന്നും കാണുന്നില്ല. തേർഡ് പാർട്ടിയുമായിട്ട് മുന്നോട്ട് റിലേഷൻ കൊണ്ടുപോകുന്നതിന് യാതൊരു സാഹചര്യവും നിങ്ങളുടെ പേഴ്സണ് കാണാത്തത് കൊണ്ട് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നു. മനസ്സിലാണ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സാണ്. ഈ റിലേഷനിൽ നിന്നാൽ ശരിയാകില്ല എന്ന് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ പേടിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യുന്നതായിട്ടുള്ള കാര്യം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ തേർഡ് പാർട്ടിയിൽ നിന്നും അകന്നു പോകുന്നതാണ് അവർ ചലഞ്ച് ചെയ്യുന്നതായിട്ടുള്ള കാര്യം. 6 ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. ഏറ്റവും നല്ല ചലഞ്ചിങ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നേരിടാൻ പോകുന്നത്. തേർഡ് പാർട്ടി വിട്ടൊഴിയത്തില്ല. ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് പ്രശ്നം, ഈ ഓളങ്ങളെ കണ്ടല്ലോ, ഒരുപാട് ടെൻഷനിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടന്നു പോകണം. മാനസിക ബലം യാതൊന്നുമില്ല. ഈഗോ ഒന്നും ഇപ്പം ഇല്ല. ഒരുപാട് അഹങ്കരിച്ചിരുന്നതെല്ലാം തലകുത്തി മറിഞ്ഞിരിക്കുന്നു. മാനസിക ബലം എല്ലാം തകർന്ന് തല താഴ്ത്തി നിൽക്കുന്ന അവസ്ഥയാണ്. നിങ്ങളിലേക്ക് കടന്നു വരാനും വയ്യാത്ത അവസ്ഥയാണ്. അവർക്ക് ഈ ഒരു സ്ഥലത്ത് നിന്നും ഈ ശാന്തമായ ഈ ഒരു വെള്ളം എന്ന് പറയുന്നത് ശാന്തമായിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് മാറിപ്പോകുന്നതാണ് അവർക്ക് ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള വിഷയം. സമാധാനം ലഭിക്കുന്നില്ല. സമാധാനത്തിലേക്ക് കടന്നു പോകുന്നതാണ് അവർക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവർ ഭയക്കുന്ന തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് പോകുന്നത് എങ്ങനെ പോകും എന്നുള്ള കാര്യങ്ങളിൽ ചിലപ്പം നിങ്ങളെ ഉപേക്ഷിച്ചത് എത്രയും പെട്ടെന്ന് ഉപേക്ഷിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാൻ അവർക്ക് പറ്റുന്നില്ല. തേർഡ് പാർട്ടി അത്രയ്ക്ക് സ്ട്രോങ് ആയതുകൊണ്ട് 6 ഓഫ് വാൻസ് ആണ്. ചലഞ്ചിങ് ആണ് വീണ്ടും വരുന്നത്. അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഓക്കെ, അതാണ് അവർ ഭയക്കുന്നത്. തേർഡ് പാർട്ടി എന്തെങ്കിലും കേസോ വഴക്കോ കൊടുക്കുമോ എന്നുള്ളത്. അപ്പം ഈ ഒരു ദിവസം നിങ്ങളുടെ പേഴ്സൺ എന്താണ് മനസ്സിലാക്കുന്നത്? ദ വേൾഡിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ചിലതൊക്കെ അവസാനിപ്പിച്ച് മറ്റൊന്ന് തുടങ്ങിയെങ്കിൽ മാത്രമേ, ടവറും കൂടിയാണ് വന്നിരിക്കുന്നത്. ഈ റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് ഒരു സന്തോഷം നിങ്ങളുടെ പേഴ്സണ് കാണാൻ കഴിയുകയുള്ളൂ. വേൾഡിൻ്റെ കാർഡും ടവറിൻ്റെ കാർഡുമാണ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ തീർച്ചയായിട്ടും അവസാനിക്കുന്നതാണ്. ഇത് ചാരിയറ്റാണ് വന്നിരിക്കുന്നത്. ഇത് അവസാനിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സണ് കൊടുക്കുന്നതായിട്ടുള്ള മെസ്സേജ്. ഏറ്റവും നല്ലൊരു റീഡിംഗ് ആണ് ഇത്. അഫർമേഷൻ ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്ന് 100-ൽ 110% ഉറപ്പാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ അങ്ങനെ വരാൻ നിങ്ങൾ സ്വീകരിക്കാത്ത കണ്ടീഷനാണെങ്കിൽ പോലും നിങ്ങളുടെ മുന്നിൽ വന്ന് ഒരു മാപ്പെങ്കിലും പറയാതെ നിങ്ങളുടെ പേഴ്സണ് നിൽക്കാൻ കഴിയില്ല. അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും മുന്നോട്ടൊരു സന്തോഷമായിട്ടുള്ളൊരു ജീവിതം അവർക്ക് ലഭിക്കില്ല. നിങ്ങളുടെ മുന്നിൽ വന്ന് മാപ്പെങ്കിലും അവർക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 10, 6, 1, 16, 7, 2, 7, 3, 11, 2, 12, 3, 6, 21, 3. ഓക്കെ, ഈ ഡേറ്റോ മാസമോ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ടോ
അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രേക്കപ്പ് ആയിട്ടുള്ള ദിവസങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെയോ തേർഡ് പാർട്ടിയുടെയോ ബർത്ത്ഡേയോ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നോ എന്ന് നോക്കുക. ഓക്കെ, ക്ലൂസ് എടുക്കാനുള്ള വഴിയില്ല. ഞാൻ ക്ലൂസിൻ്റെ അവിടെ വെച്ചിട്ടാണ് വന്നിരിക്കുന്നതുകൊണ്ട് ക്ലൂസ് കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇനി നിങ്ങൾക്കുള്ള എനർജി നോക്കാം. പ്ലീസ് ഗൈഡ് മീ. ഇതിലുള്ള എക്സ്ട്രാ നെഗറ്റീവ് എനർജികളെല്ലാം വിഡ്രോ ചെയ്യുന്നു. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എന്നെയും എൻ്റെ കാർഡിനെയും യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിലേക്ക് സമർപ്പിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ഇന്നത്തെ കറണ്ട് ഫീലിങ്സ് എന്താണ്? വ്യൂസിൻ്റെ പേഴ്സണെ പ്രതി, വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് എനർജിയിലാണ് വ്യൂസ് എന്നുള്ളത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. റീസെൻറ്റ് പാസ്റ്റ് എന്താണ്? എൻ്റെ വ്യൂസിൻ്റെ റീസെൻറ്റ് പാസ്റ്റ് എന്തായിരുന്നു? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പേഴ്സണ് കർമ്മ ലഭിക്കാൻ സാധ്യതയുണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിനോട് ചെയ്തതിന് കർമ്മ ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, എൻ്റെ വ്യൂസിൻ്റെ പ്രസൻറ്റ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് പ്രസൻറ്റ്? ഇന്നേ ദിവസം കോൾ മെസ്സേജ് എൻ്റെ വ്യൂസിന് വരാനുള്ള സാധ്യത ഉണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ടെലിപ്പതി മെസ്സേജ്, കോൾ മെസ്സേജ് വരാനുള്ള സാധ്യത ഉണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യെസ്, സാധ്യതയുണ്ട്. ഒന്നും അല്ലെങ്കിൽ ടെലിപ്പതി മെസ്സേജ് എങ്കിലും വരും. ടെലിപ്പതി മെസ്സേജ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഫ്യൂച്ചർ എന്താണ്? എൻ്റെ വ്യൂസിൻ്റെ ഫ്യൂച്ചർ എന്താണ് ഇന്ന ദിവസം? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇന്നും നാളെയുമായിട്ടുള്ള ഫ്യൂച്ചറാണ് പറയുന്നത്. 10 ഓഫ് കപ്പ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെ എടുക്കാം. എൻ്റെ വ്യൂസിൻ്റെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താണ്? വ്യൂസിൻ്റെ പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എങ്ങനെയാണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എങ്ങനെയാണ്? വ്യൂസിൻ്റെ പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എങ്ങനെയാണ്? ഓക്കെ, കറണ്ട് ഫീലിങ്സ് നോക്കാം. തേർഡ് പാർട്ടിയോട് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? സെയിം എനർജിയാണ് എടുക്കുന്നത്. ഓക്കെ, ഇന്ന് എൻ്റെ വ്യൂസ് പേടിക്കുന്നതും ചലഞ്ച് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പേടിക്കുന്നതും ചലഞ്ച് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യം എന്താണ്? ഓക്കെ, ഇന്നേ ദിവസം ലൈഫ് ലെസൺ എന്താണ് മനസ്സിലാക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് യൂണിവേഴ്സ് നൽകുന്നത്? ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് പേജ് ഓഫ് വാൻസ് ആണ്. എയർ എനർജി വന്നിട്ടുണ്ട്. ജെമിനി, ലിബ്ര, അക്യൂരിയസ്. എർത്ത് എനർജി ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. വാട്ടർ എനർജി ക്യാൻസർ, സ്കോർപ്പിയോ, സ്പൈസീസ്. ഓക്കെ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് കറണ്ട് ഫീലിങ്സിൽ, എൻ്റെ വ്യൂസിൻ്റെ കറണ്ട് ഫീലിങ്സിൽ 3 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഇന്നേ ദിവസം ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു സന്തോഷം, സെലിബ്രേഷനിലേക്ക് നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. നിങ്ങളെ കൂട്ടുകാരെ ഇന്ന് കാണാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് പുറത്തൊക്കെ പോകുന്നതിനും സന്തോഷിക്കുന്നതിനും 6 ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ മറ്റു ചില വ്യക്തികൾക്ക് ദാനങ്ങൾ കൊടുക്കുന്നതിനും ഗിഫ്റ്റുകൾ കൊടുക്കുന്നതിനും ഒക്കെ നിങ്ങളൊന്ന് പുറത്ത് പോകുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് മറ്റു ചില വ്യക്തികൾ കടന്നു വന്ന് ഇന്ന് ഭയങ്കര സന്തോഷത്തിലാകുന്ന ദിവസമാണ് ഇന്നേ ദിവസം. യാദൃച്ഛികമായിട്ട് ഇപ്പോൾ നിങ്ങൾ അതൊന്നും പ്ലാൻ ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഇന്നേ ദിവസം അത് സംഭവിക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ചെയ്തതിന് കർമ്മ ലഭിക്കുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഒന്നും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും നിങ്ങളെ കാണാൻ വരുന്നത്. ഹൈ പ്രീസ്റ്റിസ്. തീർച്ചയായിട്ടും കർമ്മ ലഭിക്കും. തേർഡ് പാർട്ടിയിൽ നിന്നാണ് കർമ്മ ലഭിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ മാനസികമായി തളരുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഹൈ പ്രീസ്റ്റിസ് ആണ്. ഒരുപാട് തേർഡ് പാർട്ടി കുഴിച്ച കുഴിയിൽ തേർഡ് പാർട്ടി പല കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സണെ മറച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ മറച്ചു പിടിച്ച കാര്യങ്ങളെല്ലാം ഇന്നേ ദിവസം നിങ്ങളുടെ പേഴ്സൺ അറിയുന്നതിനും അതൊരു വലിയ കുഴിയായിരുന്നു എന്നും നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കും. നിങ്ങളുടെ പേഴ്സൺ എടുത്ത് ചാടിയത് ഒരുപാട് വേദന നിങ്ങളുടെ പേഴ്സൺ ഇന്നേ ദിവസം തന്നെ ലഭിക്കുന്നതാണ്. കർമ്മ മനസ്സിലാക്കും. ഓക്കെ, ഇന്നേ ദിവസം ഒരുപാട് പെയിൻ സിറ്റുവേഷൻ, തേർഡ് പാർട്ടി ചതിച്ചു എന്ന കാര്യത്തിൽ പെയിൻ സിറ്റുവേഷൻ അനുഭവിക്കുന്ന ദിവസമാണ്. റീസെൻറ്റ് പ്രസൻറ്റിൽ നടന്ന കാര്യം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് റീസെൻറ്റ് പ്രസൻറ്റിൽ നടന്നത്?
മൂണിൻ്റെ കാർഡാണ്. ഒരുപാട് വേദന നിങ്ങൾ അനുഭവിച്ചു, റിലേഷൻഷിപ്പ് ബാലൻസ് ഇല്ലാതെ പോയി. നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. എന്തോ എടുത്തു ചാട്ടം നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്നായിരുന്നു ഒരു വേദന കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് മറ്റ് ചില വ്യക്തികളുടെ കടന്നുകയറ്റം ഉണ്ടായി. 5 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. ഇവിടെയും 5 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. ഇവിടെയും വന്നിരിക്കുന്നത് നിങ്ങളുടെ ഇമോഷൻ തകർന്ന് അവസാനിച്ചു, എല്ലാം തട്ടി മറിച്ചിട്ടിരിക്കുന്ന അവസ്ഥയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് പോയതാണ് ഈ റീസെൻറ്റിൽ നടന്നത്. മറ്റ് ചില തേർഡ് പാർട്ടികളുടെ കടന്നുവരവോടുകൂടി പാസ്റ്റിലെ ചില ഓർമ്മകൾ നിങ്ങളുടെ പേഴ്സണെയും നിങ്ങളെയും ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ പെട്ടെന്ന് തന്നെ നിങ്ങളിൽ നിന്നും അകന്നു പോയതാണ് റീസെൻറ്റ് പാസ്റ്റിൽ ഉണ്ടായത്. ഓക്കെ, റിലേഷൻ്റെ ബാലൻസ് തെറ്റി കുറേ നെഗറ്റീവ് പോസിറ്റീവായ ആൾക്കാരുടെ ഇടപെടലുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടായി. ഓക്കെ, എല്ലാം അവസാനിച്ചു പോയി. അടുത്ത നോക്കാം, പ്രസൻറ്റിൽ എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെയും റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്രസൻറ്റിൽ നടക്കുന്നത് നിങ്ങളുടെ എനർജിയും ആകാം, നിങ്ങളുടെ റിലേഷനിൽ, നിങ്ങളുടെ ലൈഫിൽ, പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കാര്യവും ആകാം. പ്രസൻറ്റിൽ എന്താണ് എൻ്റെ വ്യൂസിൻ്റെ എനർജിയിൽ നടക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഹാപ്പി ഫാമിലിയാണ്, ഒരു റീയൂണിയനാണ് പ്രസൻറ്റിൽ നടക്കാൻ പോകുന്നത്. ദ മൂണ് അവസാനിച്ചു എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നു. നിങ്ങളെ ചതിച്ചു, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിച്ചു, ഒരുപാട് വേദന തന്ന 10 ഓഫ് സോഡിൻ്റെ എനർജിയാണ്, മൂണാണ്. ഒരുപാട് ഇവിടെ മൂണാണ് വന്നിരിക്കുന്നത്. ഈ ഒരു എനർജി നിങ്ങൾക്ക് റീയൂണിയനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രസൻറ്റിൽ നിങ്ങൾക്ക് ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഫാമിലി നിങ്ങളെ ചിലത് കഴിഞ്ഞു പോയിരിക്കുന്ന എനർജി ആയിരിക്കാം. ഓക്കെ, ഫാമിലി ആയിരിക്കാം നിങ്ങൾക്ക് ഒരുപാട് വേദന തന്നിരിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി പോലെ കരുതിയിരുന്ന ഒരു വ്യക്തി. ഓക്കെ, കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. കുട്ടികളെയൊക്കെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. കുട്ടികളൊക്കെ സന്തോഷിച്ചിരുന്നത്, ആ സന്തോഷത്തെ എല്ലാം നഷ്ടപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു ചതിയുടെ എനർജി കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ റീയൂണിയന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ പ്രസൻറ്റിൽ നടന്നിരിക്കുന്ന കാര്യം ഇതാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. കോൾ മെസ്സേജ് ഇന്ന ദിവസം വരാനുള്ള സാധ്യതയുണ്ട്. ചില വ്യക്തികൾക്ക് സ്റ്റക്കായി നിൽക്കുകയാണ്, ചെയ്യണമെന്നുണ്ട്, കോൾ എടുക്കുന്നുണ്ട്, ഫോൺ വിളിക്കാനായിട്ട് എടുക്കുന്നുണ്ട്, മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ സെൻഡ് ചെയ്യുന്നതിന് സമയം അനുകൂലമായിട്ടുന്നില്ല. ഓക്കെ, 6 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. ചില വ്യക്തികൾക്ക്, എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല, ചില വ്യക്തികൾക്ക് ഇന്നേ ദിവസം കോൾ മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ട്. അഫർമേഷൻ നടക്കുന്നുണ്ട്. പേജ് ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ അവർ അഫർമേഷൻ ചെയ്യുന്നുണ്ട്. ഇന്നേ ദിവസം ഒരു ഓഫർ വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ടെലിപ്പതി മെസ്സേജ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, ടെലിപ്പതി മെസ്സേജ് ലഭിക്കും. അവരനുഭവിക്കുന്നതായിട്ടുള്ള വേദന, ഫീലിങ്സ് നിങ്ങൾക്ക് ഇന്നേ ദിവസം ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങൾ നല്ല സന്തോഷത്തിലായിരിക്കും, നിങ്ങളുടെ ഫ്രണ്ട്സുകളായിട്ടൊക്കെ നല്ല അടിച്ചുപൊളിച്ച് നടക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു സാഹചര്യവും കാണത്തില്ല, പെട്ടെന്ന് കയറി അവരുടെ ഓർമ്മകൾ നിങ്ങളൊരു വല്ലാണ്ട് ആകർഷിക്കും. ഓക്കെ, അടുത്തത് നോക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയും സിറ്റുവേഷൻ എന്താണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ക്വീൻ ഓഫ് സോഡിൻ്റെ എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇവിടെ സ്ത്രീ ആരാണെങ്കിലും ശരി, തേർഡ് പാർട്ടി സ്ത്രീ ആണെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾ ആണ് നിങ്ങളുടെ പേഴ്സൺ അനുസരിക്കേണ്ടി വരുന്നത്. അവർക്ക് കീഴ്പ്പെട്ട് നിൽക്കേണ്ടി വരുന്നു. സാമ്പത്തികവും ആണെങ്കിലും മറ്റെന്ത് കാര്യമാണെങ്കിലും അവരുടെ നിർദ്ദേശത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പാവയെ പോലെ കഴിയേണ്ടി വരുന്നതായിട്ടുള്ള സംഭവമാണ് ഇവിടെ കാണുന്നത്. 7 ഓഫ് സോഡിൻ്റെ എനർജി കൂടി വന്നിട്ടുണ്ട്. ചതിയാണ് സംഭവിക്കാൻ പോകുന്നത്. സാമ്പത്തികവും ഭൂസ്വത്തുക്കളും എല്ലാം, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടാൻ പോകുന്നു. ഇല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ പേഴ്സൻ്റെ കയ്യിലില്ല എങ്കിൽ അവർക്ക് മാനസികമായ ചതി അവർക്ക് ലഭിക്കാൻ പോകുന്നു. ഒരു തേർഡ് പാർട്ടിയെ ഇതിൻ്റെ ഇടയിൽ കാണുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും അനുഭവിക്കുന്നതാണ്. നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും റിലേഷൻഷിപ്പിൽ മറ്റൊരു വ്യക്തിക്ക് കടന്നുകയറ്റം നിങ്ങളുടെ പേഴ്സൺ ഇന്നേ ദിവസം മനസ്സിലാക്കുന്നതാണ്. ഓക്കെ, കറണ്ട് ഫീലിങ്സ്, തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്. പ്ലീസ് ഗൈഡ് മീ മദർ. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സണ് ബാലൻസിങ്ങിലില്ലാത്ത അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ അഫർമേഷൻ ചെയ്യുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ചീറ്റിംഗ് അനുഭവിക്കുന്നത് കൊണ്ട് ഇപ്പോൾ നിങ്ങളെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് ആലോചിക്കുന്നത്.
നിങ്ങളിലേക്ക് കടന്നു വരാൻ അവർ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെയും തേർഡ് പാർട്ടിയും തങ്ങളിൽ കമ്പയർ ചെയ്യുകയാണ്. നിങ്ങളെങ്ങനെയായിരുന്നു, തേർഡ് പാർട്ടി ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതിനെക്കുറിച്ചും അവിടെ കമ്പയറിങ് നടക്കുകയാണ്. നിങ്ങളിലേക്ക് കടന്നു വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് 5 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പേടി, ഭയം. എൻ്റെ വ്യൂസിന് ഇന്നേ ദിവസം എന്താണ് ഭയക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ പൂർണ്ണമായിട്ടും നിങ്ങളിൽ അവസാനിച്ചോ? നിങ്ങളുടെ ബന്ധം പൂർണ്ണമായിട്ടും അവസാനിച്ചു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഭയക്കുന്നുണ്ട്. 7 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഒരുപാട് നിങ്ങളെ ബ്ലോക്ക് ചെയ്തതിൽ നിങ്ങൾ ഭയക്കുന്നുണ്ട്. ആ ബ്ലോക്ക് അഴിക്കുന്നതിനും നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ എന്താണ് നടക്കുന്നത് എന്ന് കാണുന്നതിനൊക്കെ നിങ്ങൾക്കിപ്പോൾ ചലഞ്ച് നേരിടുന്നുണ്ട്. നിങ്ങൾക്കതൊരുപാട് ഭയം, എന്താണ് ലൈഫിൽ സംഭവിക്കുന്നത്, നിങ്ങളുടെ പേഴ്സൺ എന്താണ് സംഭവിക്കുന്നത്, ഇനി നിങ്ങളിലേക്ക് തിരിച്ചു വരില്ലേ എന്നുള്ള കാര്യം, നിങ്ങളുടെ ലൈഫ് അവസാനിച്ചോ, ഇനി ഒരിക്കലും നിങ്ങളുടെ പേഴ്സണെ തിരിച്ച് കിട്ടില്ലേ എന്നുള്ളൊരു ഭയവും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജോ കാര്യങ്ങളോ ഒന്നും അറിയാൻ കഴിയില്ലേ എന്നുള്ള ഭയങ്ങളും നിങ്ങൾക്ക് നേരിടുന്നുണ്ട് ഇന്നേ ദിവസം. ഓക്കെ, എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് 4 ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സന്തോഷങ്ങളിലേക്ക് കടന്നു പോകുക. തേർഡ് പാർട്ടി ചതിക്കുന്നതായിട്ട്, നിങ്ങളെ വഞ്ചിച്ചതും ചതിക്കുന്നതുമായിട്ടുള്ള വ്യക്തികളിലേക്ക് നിങ്ങൾ കടന്നു പോകാതിരിക്കുക. നിങ്ങൾ വെയിറ്റ് ചെയ്യാതിരിക്കുക. തേർഡ് പാർട്ടി സിറ്റുവേഷൻ, നിങ്ങളെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാക്കിയിട്ട് കടന്നു പോയിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഹൃദയത്തെ ഇത്രത്തോളം വേദനിപ്പിക്കാതിരിക്കുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്. നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള വ്യക്തിയെ നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങളുടെ സന്തോഷത്തെ നിങ്ങൾ കണ്ടെത്തുക. ഒരു ജീവിതമേ ഉള്ളൂ. നമ്മൾ ആ ഒരു ജീവിതത്തിൽ സന്തോഷത്തെ കണ്ടെത്തുക. ഇന്ന് നമ്മൾ ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരുന്നിട്ട് കാര്യമില്ല. ഓരോ വ്യക്തികളുടെയും ആയുസ് എത്രത്തോളമാണ് എന്ന് പറയാൻ കഴിയില്ല. ഇന്നത്തെ ജീവിതം നിങ്ങൾ സന്തോഷിക്കുക. നാളെ എന്നുള്ളൊരു ദിവസം നമ്മളുടെ ചിന്ത മാത്രമാണ്. നാളെ എന്നുള്ളൊരു ദിവസമുണ്ടോ എന്ന് ആർക്കും പ്രവചിക്കാനാകില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ സന്തോഷിക്കുക. ഓക്കെ, അപ്പോൾ ഇത് അഫർമേഷൻ ചെയ്യുക. നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാ പോസിറ്റീവ് നിങ്ങളിലേക്ക് കടന്നു വരട്ടെ. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 16, 10, 7, 1, 5, 3, 18, 9, 3, 1, 10, 12, 3, 9. ഈ ഡേറ്റോ ഈ മാസമോ നിങ്ങളുടെ റിലേഷനോ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കുക. എല്ലാ സോഡിയക് സൈനും ഇതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് കൂടി എടുക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്താണ് പറയുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ എൻ്റെ വ്യൂസിന് ഈ എനർജിയെ ബേസ് ചെയ്ത് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ. എന്താണ് പറയാനുള്ളത്? അവരുടെ ഹൃദയത്തിൽ തട്ടി എന്താണ് വ്യൂസിനോട് പറയാനുള്ളത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളിതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. വൺ ടു. ഓക്കെ, ചില വ്യക്തികൾക്ക് ആദ്യത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം നിങ്ങളോട് മാപ്പ് ചോദിക്കുന്ന അവസ്ഥയാണ്. അവർക്ക് കർമ്മ ലഭിക്കുന്നുണ്ട്. ജഡ്ജിമെൻ്റ് ആണ് വന്നിരിക്കുന്നത്. അവർക്ക് നിങ്ങളെ ഇനിയും റീയൂണിയൻ വരണമെന്നും ചെയ്ത തെറ്റുകളെല്ലാം മാപ്പാക്കി വീണ്ടും നല്ലൊരു ജീവിതം തുടങ്ങണമെന്നും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചില അസുഖങ്ങളിലും മാനസിക പ്രശ്നങ്ങളിലും പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. അവർ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്ന മെസ്സേജാണ്. എന്നോട് ക്ഷമിക്കുക, ഞാൻ നിന്നോട് ചെയ്തതിനെല്ലാം ഞാൻ കർമ്മ അനുഭവിക്കുന്നുണ്ട്. ഇനിയൊരു അവസരം തരുമെങ്കിൽ, അല്ലെങ്കിൽ ഇനി ഒരു ജന്മത്തിലെങ്കിലും നിന്നെ എനിക്ക് എൻ്റെ സ്വന്തമായി വേണമെന്ന്, അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തിൽ തന്നെ വീണ്ടും തിരിച്ച് വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് അപേക്ഷിക്കുന്നുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. മറ്റ് ചില വ്യക്തികളുടെ പേഴ്സണ് ഇപ്പോൾ ഈഗോയാണ് വന്നിരിക്കുന്നത്. ഒരു ദേഷ്യത്തിൽ കൂടി കടന്നു പോവുകയാണ്.
ഇപ്പം നിങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിനുള്ള മാനസികാവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം കടന്നു പോകുന്നത്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.